മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പടയൊരുക്കം നടത്തുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ലക്ഷ്യമെങ്കിൽ അതിന് ശക്തമായി തടയിട്ടിരിക്കുകയാണ് പാർട്ടി ഹൈക്കമാൻഡ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തെ പാർട്ടിയുടെ മുഖങ്ങളായ യുവ നേതാക്കൾ പരസ്യമായി സതീശനെ കടന്നാക്രമിക്കുന്നതാണ് കേരളം കാണുന്നത്. ഗവൺമെന്റ് ലീഡർ നിയമനത്തിൽ വിദ്യാർത്ഥി സംഘടനയായ KSU ഉയർത്തിയ ആശങ്കകളെ മുഖ്യമന്ത്രി അവഗണിച്ചു എന്നതാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. ഇക്കാര്യത്തിലെ അഭിപ്രായ പ്രകടനങ്ങൾ VD-KC പക്ഷങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ നീക്കത്തെ ഹൈക്കമാൻഡ് ഗൗരവമായി തന്നെ കാണുന്നു എന്നത് ശ്രദ്ധേയമാണ്. നേതാക്കളുടെ പരസ്പര വിഴുപ്പലക്കൽ പരിധി വിട്ടതോടെ AICC നിർദ്ദേശപ്രകാരം വടിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. പാർട്ടി വക്താക്കൾ എന്ന ലേബലിൽ അറിയപ്പെടുന്നവർക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം പാടില്ല, വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അത് പാർട്ടി വേദികളിൽ മാത്രം പറയണം എന്നീ കർശന നിർദ്ദേശം നൽകി മാർഗരേഖ ഇറക്കി കഴിഞ്ഞു KPCC. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. വൈകുന്നേരങ്ങളിലെ ചാനൽ ചർച്ചകളിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ചു വരുന്ന ചില നേതാക്കളാണ് സതീശനെതിരെ പരസ്യ വിമർശനമുയർത്തി രംഗത്ത് വന്നത്. അതിൽ പ്രധാനികൾ ജിൻഡോ ജോണും VR അനൂപുമായിരുന്നു. ഇവരെ KC പക്ഷക്കാർ എന്നാണ് വിലയിരുത്തുന്നത്. ഇവരുടെ നിലപാട് ചൂണ്ടിക്കാട്ടി കടുത്ത വിമർശനവുമായി സതീശന് അനുകൂലികളായ രാജു P. നായരും BRM ഷഫീറും രംഗത്ത് വന്നു. സ്വന്തം മുഖ്യമന്ത്രിയെ നടുറോഡിൽ തള്ളിപ്പറയുന്നവർ ചാനൽ ചർച്ചയിൽ പോയിരുന്ന് എങ്ങനെ പാർട്ടിയെ ന്യായീകരിക്കുമെന്ന സംശയമാണ് അവർ ഉയർത്തിയത്. ഇക്കൂട്ടർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. പിന്നാലെയാണ് പരസ്യ പ്രതികരണത്തിന് കൂച്ചുവിലങ്ങിട്ട് KPCC രംഗത്ത് വന്നത്. മുതിർന്ന നേതാക്കൾക്ക് മാത്രമല്ല KSU നേതാക്കളോടും പൊടിക്കടങ്ങാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ KSUവിലും ഭിന്നത ഉടലെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ആരും പരസ്യ പ്രതികരണം നടത്തരുതെന്ന് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇന്നലെ 2 മാസം പൂർത്തിയായിട്ടേ ഉള്ളൂ. അതിനിടയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പല വിഷയങ്ങളിലും അപസ്വരം ഉയരുകയും അതെല്ലാം പരസ്യ വിഴുപ്പലക്കലായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ടിയിൽ ഭിന്നതയെന്ന പ്രചരണത്തിന് എതിരാളികൾക്ക് ആയുധമാവുകയും ചെയ്യുന്നു. മുൻകാലങ്ങളിൽ അധികാരത്തിലെത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് പോരും തമ്മിലടിയും പാതി വഴിയിൽ മുഖ്യമന്ത്രിമാർക്ക് രാജിവെച്ചൊഴിയേണ്ടി വന്നതുമെല്ലാം പാഠമായി മുന്നിലുണ്ട്. അതാണ് ശക്തമായ നടപടിക്ക് പാർട്ടി നേതൃത്വത്തെ നിർബന്ധിതരാക്കിയത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയവുമായാണ് UDF അധികാരത്തിലെത്തിയത്. എന്നാൽ ആ തിളക്കമെല്ലാം കളയുന്ന തരത്തിലുള്ള പോരാണ് മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. RSS SFI പശ്ചാത്തലമുള്ളവരെ ഗവൺമെന്റ് ലീഡർമാരായി നിയമിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് KSU സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർത്തി രംഗത്ത് വന്നത്. ഇക്കാര്യം സംസാരിക്കാൻ മുഖ്യമന്ത്രിയുടെ സമയം തേടിയിട്ടും തന്നില്ലെന്ന അലോഷ്യസിന്റെ പരാതി വിഷയത്തെ KSU മുഖ്യമന്ത്രി പോരുന്ന തലത്തിലേക്ക് വളർത്തി. കഴിഞ്ഞ ദിവസം അലോഷ്യസ് സേവ്യറെ ഒരു ചടങ്ങിൽ വെച്ച് കണ്ടിട്ടും മുഖ്യമന്ത്രി മൈൻഡ് ചെയ്യാഞ്ഞത് വിവാദം ആളിക്കത്തിച്ചു. ഇനി മുഖ്യമന്ത്രി അലോഷ്യസ് കൂടിക്കാഴ്ച ഉണ്ടാകുമോ, അത് ഉണ്ടായാലും പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നീ ചോദ്യങ്ങൾ ഏറെ പ്രസക്തമാണ്.